നമ്മുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നത്. ഒരുപാട് അലയേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും. അതിനായി എല്ലാവരും തയ്യാറെടുക്കണം. ഞങ്ങൾക്കറിയാം ആദർശേട്ടാ. ആദർശേട്ടൻ ഞങ്ങളോടൊപ്പം ഉള്ളപ്പോ ഞങ്ങൾക്ക് അലച്ചിലും ബുദ്ധിമുട്ടൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ ഒറ്റ മനസ്സോടെ നിന്നാൽ നന്മയുള്ള ഒരു ലോകം സൃഷ്ടിക്കാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ സാമൂഹ്യ വിരുദ്ധ ചിന്തകളോ രീതികളോ ഒരു തരത്തിലും നമ്മുടെ സംഘടനയിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സംഘടനയിലെ ആരുടെങ്കിലും ഭാഗത്ത് നിന്ന് മോശമായി എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടായാൽ അയാൾ സംഘടനയ്ക്ക് പുറത്തായിരിക്കും. അത് ഉറപ്പാണ്. തീർച്ചയായും അതങ്ങനെ തന്നെ വേണോ ആദർശേട്ടാ? നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പുതിയ കോർഡിനേറ്റർ വേണം. ആരെയും നിർബന്ധിക്കുന്നില്ല. ആരെങ്കിലും സ്വയം മുന്നോട്ട് വന്ന് ഈ ചുമതലയേക്കണം. വാസ്തവത്തിൽ ഇതൊരു ചുമതലയല്ല, ഒരു ത്യാഗമാണ്. ഈ ത്യാഗം ആർക്ക് ഏറ്റെടുക്കാൻ പറ്റും? ഞാൻ ഏറ്റെടുക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാഗർ എന്താ അച്ഛന്റെ മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചില്ലേ? എന്ത് വന്നാലും എന്നെ കല്യാണം കഴിക്കുന്ന? അത് സത്യമായിട്ട് വെല്ലുവിളിച്ചതാണോ അതോ അപ്പോ അച്ഛന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിട്ട് വെല്ലുവിളിച്ചതാണോ? നിനക്കെന്ത് തോന്നി? അത് സത്യമായിട്ടുള്ള വെല്ലുവിളിയാണെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണല്ലോ തോന്നിയത്. അപ്പൊ അത് തന്നെയാ സത്യം. കാര്യമായിട്ട് തന്നെയാ ഞാനത് പറഞ്ഞത്. നിന്നെ തന്നെ കെട്ടുമെന്ന്. സത്യത്തിൽ ഞാൻ ഇടയ്ക്ക് വിചാരിച്ചതാ നമുക്കൊന്ന് പിരിയാന്ന്. ഞാനത് നിന്നോട് പറയുകയും ചെയ്തു. നമ്മുടെ റിലേഷൻഷിപ്പ് കൊണ്ട് നമ്മൾ സന്തോഷിക്കുമെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പലർക്കും അത് തീരെ സന്തോഷകരമല്ല. അതാ നമ്മുടെ ബന്ധം വേണ്ടാന്ന് ഞാനങ്ങ് തീരുമാനിച്ചത്. പക്ഷേ മനസ്സിൽ പിരിയരുതെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അന്ന് നിന്റെ അച്ഛൻ വന്ന് ബഹളം വെച്ചില്ലേ? ഞാൻ കാത്തിരുന്നൊരു അവസരമായിരുന്നു. ഒരു കാരണത്തിന് വേണ്ടി ഒന്നും ആലോചിച്ചില്ല. ഉടനെ ശപഥവും ചെയ്തു നിന്നെ കേട്ടുവന്ന്. എന്തായാലും ചെയ്ത ശപഥം ഞാൻ നടത്തും. എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. ഇവർ ഞാൻ ഇന്ന് ഹലോ ഹലോ, സുധാമണിയല്ലേ? അതെ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നേ. നിങ്ങൾ എന്തുമാതിരി ഭാര്യയാ? ഭർത്താവ് ഇവിടെ ക്രിട്ടിക്കലായി കിടക്കുന്നു. പ്രത്യേകം പറഞ്ഞതല്ലേ രാവിലെ തന്നെ എത്തണോന്ന്? ഞാൻ വന്നോളാം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വരണ്ട. നിങ്ങളുടെ ഭർത്താവിന് ആവശ്യമാണെങ്കിൽ മാത്രം വന്നാ മതി. പെട്ടെന്ന് വരണം. ഏതായാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എന്റെ അമ്മാവൻ കണ്ട അടുത്ത ബഹളത്തിന് അത് മതി. ആര് കണ്ട? എന്റെ അമ്മാവൻ, ഭാവിയിൽ എന്റെ ഭാര്യയാകാൻ പോകുന്ന ആളിന്റെ അച്ഛൻ മാർത്താണ്ഡപിള്ള. പുള്ളി കണ്ടാ പ്രശ്നം. അതുകൊണ്ട് നീ മുന്നേ നടന്നോ, ഞാൻ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് വരാം. കുറച്ചും കൂടി സംസാരിച്ചിട്ട് പോവാ സാഗർ. വേണ്ട വേണ്ട, നീ സ്ഥലം വിട്ടെ. ഇനിയുള്ള വർത്താനൊക്കെ 7-8 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് നീ പോയേ. എന്താ സാഗർ ഇങ്ങനെ? കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ട് പോവാ. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ല. നിന്നെ തല്ലാൻ വേണ്ടി ഇവിടെ ഒന്നും ഒരു വടി പോലും കാണുന്നില്ലല്ലോ. അതങ്ങനെയാ, കിട്ടത്തില്ല. കിരൺ, കാര്യങ്ങളിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ? പിന്നില്ലാതെ. എന്റെ അങ്കിളെ, ഞാൻ അപർണയെ വിവാഹം കഴിക്കുമെന്ന് ശപഥം ചെയ്തിറങ്ങിയത് നാളെ നേരം വെളുക്കുമ്പോഴേക്കും ആ വിവാഹം നടക്കുമെന്ന് ഉദ്ദേശിച്ചല്ല. എനിക്കറിയാം ഒരുപാട് കടമ്പകൾ കടന്നേ ഇത് വർക്കൗട്ട് ആവും.
പക്ഷേ ഒരു കാര്യം 101% ഉറപ്പാ. എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും ഞാനിത് വർക്കൗട്ട് ആക്കിയിരിക്കും. ചില ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടാൻ നമുക്ക് കാലങ്ങൾ എടുക്കില്ലേ? ഇതും അതുപോലെ തന്നെയാ, കുറച്ചു കാലം പിടിക്കും. വീട്ടിൽ നിന്ന് മറ്റൊരു കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ശപഥം എടുത്തു കഴിഞ്ഞു. എന്റെ പെണ്ണ് അപർണയാ. അവളെക്കാൾ സൗന്ദര്യമുള്ള പെൺകുട്ടികള് 100 കണക്കിന് വേറെയുണ്ട്. അവളെക്കാൾ പണവും കുടുംബമഹിമയുള്ള പെണ്ണുങ്ങളും ഉണ്ട്. പക്ഷേ അവളെ പോലെ ഈ ലോകത്തിൽ ഒറ്റ ഒരാളെ ഉള്ളൂ. എനിക്ക് വേണ്ടത് അവളെയാ. കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും കാണുന്നത് അന്ന് അവളെ താലി കെട്ടാൻ വേണ്ടി കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്ന രംഗമാ. അവിടുന്ന് എന്നെ മാറ്റി അവൻ കേറിയിരുന്ന് അപർണയെ താലി കെട്ടിക്കൊണ്ട് പോയതാ. സഹസ്രനെ തൊഴുത് മണ്ഡപത്തിലിരിക്കെ എപ്പം മുതൽ അവളെ മോഹിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് കതിർ മണ്ഡപത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തി ബാലു തന്നെ അവളെ കെട്ടിയപ്പോ ഞാൻ ഉറപ്പിച്ചു, ഇനി എത്രയൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും, എന്റെ ജീവനും ജീവിതവും തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. മതി. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാതെ വരുമ്പോ നീ തളർന്നു പോകുന്നു ഞാൻ സംശയിച്ചിരുന്നു. ഞാൻ തളരാനോ? ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുള്ളപ്പോ ആരെങ്കിലും തളരോ എന്റെ അങ്കിളെ? അപർണ എന്നിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗങ്ങളാ ഞാൻ ഓരോ നിമിഷവും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാ ഇപ്പൊ തന്നെ അങ്കിൾ നോക്കിക്കോ, ഒരു രസം. എന്താ ഫോൺ വിളിച്ചിട്ട് കട്ട് ചെയ്തേ? ഞാൻ അപർണയുടെ ഫോണിലേക്ക് ഒരു മിസ് കോൾ അടിച്ചതാ. ഇപ്പൊ അവിടെ നടക്കുന്ന എന്തായിരിക്കും അറിയോ? അവന്റെ മിസ്ഡ് കോൾ ആണല്ലോ ഇത്. അതെന്തിനാ അവൻ മിസ്ഡ് കോൾ അടിച്ചത്? എന്റെ മിസ്ഡ് കോൾ കണ്ട ബാലുവിന് ടെൻഷൻ കയറും, BP കയറും. അവൻ എന്തിനാ ഈ സമയത്ത് മിസ്ഡ് കോൾ അടിക്കുന്നേന്ന്? എന്തെങ്കിലും ഓഫീസ് കാര്യം പറയാനായിരിക്കും ബാലു. ഓഫീസ് കാര്യം ഓഫീസിൽ വെച്ച് പറയണം. ഇത് വല്ലാതെ ബോറാവുന്നുണ്ട്. 2 പ്രാവശ്യം റിംഗ് ചെയ്ത് കട്ടായി. ഓഫീസ് കാര്യം പറയാനാണെങ്കിൽ പിന്നെ എന്തിനാ കട്ടാക്കിയത്? അതിപ്പോ എനിക്കെങ്ങനെ അറിയാനാ ബാലു? എന്റെ അങ്കിളെ, ഈ ലോകത്ത് 2 പേരെ തമ്മിൽ തെറ്റിക്കാൻ, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഏറ്റവും നല്ല ആയുധം, ഏറ്റവും നല്ല മരുന്ന്, അത് സംശയമാ. ആ സംശയം നമ്മൾ കൃത്യമായി വിതച്ചു കൊടുത്താ വിതയ്ക്കുന്നതിന്റെ ഇരട്ടി ഫലം കിട്ടും. എന്റെ പൊന്നു ബാലു, ഇങ്ങനെ ഓരോന്നിന്റെയും പുറകെ പിടിച്ച് തൂങ്ങാതെ. കിരൺ ചിലപ്പോ എന്തെങ്കിലും ഓഫീസ് കാര്യം പറയാൻ ഡയൽ ചെയ്തു. റിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരിക്കും ഇപ്പൊ പറയണ്ടെന്ന് കരുതിയത്. അത്രേ ഉള്ളൂ. എന്റെ പൊന്നോ, ഒന്ന് മേച്ചു കൊണ്ടുവന്ന കാര്യം വല്ലാത്ത കഷ്ടം തന്നെയാ. നോക്കിക്കോ അങ്കിളെ, നമ്മൾ ഒന്നും ചെയ്യണ്ട. ഞാൻ ചെയ്യേണ്ടതൊക്കെ ആ ബാലു തന്നെ ചെയ്തോളും. ലോകത്ത് അപർണയുടെ ഏറ്റവും വലിയ ശത്രു ബാലുവായി മാറും. ദേ, അവിടെ ഒരു പുകച്ചിലിന് പിറകെയുള്ള വിളിയായത്. ഹലോ അപർണ. ആ സാറ് എന്നെ വിളിച്ചിരുന്നോ? അല്ല, നമ്മുടെ TD നഗറിലെ പ്രോജക്റ്റിന്റെ ഫയലിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ, പക്ഷേ റിങ്ങിന് തുടങ്ങിയപ്പോഴാ ഈ സമയത്ത് ഇനി അപർണയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് തീരുമാനിച്ചത്. സാരമില്ല, നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഓക്കെ അപർണ, ഗുഡ് നൈറ്റ്. ഓക്കെ സാർ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ.
ഇതിനാ ബാലു ആവശ്യമില്ലാതെ സംശയിച്ചത്. ആവശ്യമില്ലാത്ത സംശയം വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുവേ. അപ്പൊ അങ്കിളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ബാലുവിനെ വെട്ടി ഈ കിരൺ അപർണയെ നേടിയിരിക്കും. ലക്ഷ്യം സാധിക്കുന്നതിലേക്കുള്ള ഒരു സൂപ്പർ കരുനീക്കം 2 ദിവസത്തിനുള്ളിൽ ഞാൻ നടത്തിയിരിക്കും. എന്ത് നീക്കോടാ മോനെ? അത് അങ്കിള് നേരിട്ട് കണ്ടോ. അമ്മ നോക്കിക്കോ, 1 വർഷത്തിനുള്ളില് ഞങ്ങളുടെ നേച്ചർ ക്ലബ്ബ് ഇവിടുത്തെ തരംഗാവും. തരംഗം. ഷോ എന്റെ പൊന്നോ, ഒന്ന് നിർത്തടി. കുറച്ച് ദിവസമായി അവളുടെ ഒരു നേച്ചർ ക്ലബ്ബ്, സാമൂഹ്യ സേവനം. അവള് പറയട്ടടാ. നീ പറ മീനാക്ഷി, ഞങ്ങൾക്ക് കേട്ടേ പറ്റൂ. അതാണ് സാമൂഹ്യ പ്രവർത്തകരെ കൊണ്ടാണ് നമ്മുടെ നാട് നാടായിട്ട് നിൽക്കുന്നത്. ഈ കൊച്ചേട്ടനെ പോലുള്ളവർക്ക് സ്വന്തം കാര്യം നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സാമൂഹ്യ പ്രവർത്തകര് മറ്റുള്ളവരെ കുറിച്ചാ ചിന്തിക്കുന്നേ. അമ്മേ, ബാലു, സാഗർ, മീനാക്ഷി ഭാവിയിൽ ഒരു MLA മന്ത്രിയൊക്കെ ആവും. അവിടെയാണ് അപർണേച്ചിക്ക് തെറ്റിയത്. യഥാർത്ഥ സാമൂഹ്യ പ്രവർത്തകര് ഒരിക്കലും പദവി കാര്യങ്ങൾ ചിന്തിക്കാറേയില്ല. ഉദാഹരണം ആദർശ് നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാറേയില്ല. ഈശ്വര, ഇവള് വേറെ ലെവലായല്ലോ. അമ്മേ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? എന്താ? ഇവള് നാളത്തെ മന്ത്രിയാണെന്ന്. നേച്ചർ ക്ലബിന്റെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറയാം. സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ. ഇങ്ങോട്ട്. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പറഞ്ഞോ, ഞാൻ കേക്കാം. അമ്മ എന്തിനാ കിടന്ന് വെപ്രാളപ്പെടുന്നേ? ഇരിക്കമ്മേ. വിടങ്ങോട്ട്. അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? എനിക്കറിയില്ല ഏട്ടാ. ഹലോ ഹലോ, സുധാമണിയല്ലേ? അതെ. ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കൃഷ്ണമൂർത്തിയുടെ വൈഫ്. അതെ. നിങ്ങൾ ഇതെന്ത് ഭാര്യയാ? സീരിയസ് ആയി കിടക്കുന്ന ഒരാളിനെ കൊണ്ടിങ്ങ് തള്ളി ജോലിയും തീർത്ത് പൊടിയും തട്ടി അങ്ങ് പോയോ? നിങ്ങളോട് പറഞ്ഞില്ലേ രാത്രി വരണോന്ന്? ഞാൻ നിങ്ങളുടെ ഭർത്താവേ നിങ്ങൾ വിളിച്ച് അറിയിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇതൊരു ആക്സിഡന്റ് കേസാ. അതിന്റെ ഉത്തരവാദിത്തം കാണിച്ചില്ലെങ്കിലേ ഇപ്പൊ തന്നെ ഞങ്ങള് പോലീസിനെ വിളിച്ച് അറിയിക്കും. അയ്യോ വേണ്ട, ഞാൻ നാളെ എത്താം. ആ, എത്തണം. ബൈസ്റ്റാൻഡർ മുങ്ങി എന്നാ ഇവിടെ എല്ലാരും പറയുന്നേ. നാളെ രാവിലെ വരെ ക്ഷമിക്കും. രാവിലെ ഇങ്ങ് എത്തിയില്ലെങ്കിലേ ഞങ്ങള് പോലീസിനെ വിളിക്കും. അതുറപ്പാ. നിങ്ങൾ താലി കിട്ടിയ ആളല്ലേ ഇത്? ഇച്ചിരിക്ക് ബഹുമാനം കാണിക്കണ്ടേ? പേഷ്യന്റ് ആണെങ്കിൽ ഊണിലും ഉറക്കത്തിലും സുധേ സുധേ സുധേന്ന് വിളിച്ചോണ്ട് കിടക്ക ഇവിടെ. നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മക്കളെ പറഞ്ഞു വിട്. 3 മക്കളുണ്ടെന്നല്ലേ പറഞ്ഞത്? അയ്യോ, അവരുടെ നമ്പർ ഇങ്ങിതാ, ഞാൻ വിളിച്ച് അറിയിച്ചോളാം. അയ്യോ വേണ്ട, ഞാൻ വരാം, ഉറപ്പായിട്ടും വരാം. വന്നാ നിങ്ങക്ക് കൊള്ളാം. ഓക്കെ ആണേ? ഓക്കെ. പക്ഷേ ഇത് ഓക്കെ അല്ല. അവസാനം സെറ്റിൽ ചെയ്യുമ്പോ പരിഗണിച്ചാ മതി. എന്റെ തൊഴിലേ ഞാൻ മായം ചേർക്കുക. അതോർത്ത് വിഷമിക്കണ്ട. ഉപകാരസ്മരണയുള്ളവരാ ഈ മൂർത്തി. വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തോളാം. അത് മതി. ഞാൻ കണ്ടു, നല്ല വ്യക്തമായിട്ട് കണ്ടു. സിറ്റി ഹോസ്പിറ്റലിൽ എഴുതിയിട്ടുണ്ട്. സിറ്റി ഹോസ്പിറ്റൽ. ഞാൻ എടുക്കുന്നതിന് മുന്നേ അമ്മ ഫോൺ തട്ടിയെടുക്കുന്ന പോലെ എടുത്തത്. ആശുപത്രി എന്നുള്ള കോളായിരുന്നെങ്കിൽ അമ്മയ്ക്ക് പരസ്യമായി സംസാരിച്ചുകൂടായിരുന്നു. അപർണേച്ചി, ഏട്ടാ
നമുക്കിത് ഫോളോ ചെയ്തേ പറ്റൂ. അമ്മയുടെ കാര്യത്തിൽ നമ്മൾ ശക്തമായി ഇടപെടണം. അത് വേണം, ഉറപ്പായിട്ടും വേണം. നാളെ മുതൽ ഞാൻ അമ്മയെ ഫോളോ ചെയ്യാൻ പോവാ. അമ്മ എവിടെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു ഒക്കെ എനിക്കറിയണം. സാഗർ, മീനാക്ഷി, തൽക്കാലം ഈ പ്രശ്നത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇടപെടണ്ട. അല്ല ഏട്ടാ, ഞങ്ങൾക്കും അറിയണം. ആ മീനാക്ഷി, ഏട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. വരട്ടെ, ഇതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. തൽക്കാലം അമ്മയോട് ചോദിക്കോ പറയോ ഒന്നും വേണ്ട. അതേടാ, കുറെ ദിവസങ്ങളായി അമ്മയുടെ രീതികൾ മാറിയത് അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. വരട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തന്നെ തീരുമാനിക്കാം. ഇതുവരെയുള്ള നീക്കങ്ങൾ കൃത്യമാണ്. നാളെ മുതൽ അടുത്ത ഘട്ടം തുടങ്ങുകയാണ്. അല്ല, അടുത്ത ഘട്ടമെന്ന് പറയുമ്പോ ആദർശേ, കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യണം. അവളുടെ കരച്ചിൽ എത്രയും പെട്ടെന്ന് എനിക്ക് കാണണം. അങ്ങനെ നീ സമയം തീരുമാനിക്കണ്ട. അതൊക്കെ ഞാൻ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. 3 മാസത്തിനകം അവളെ തകർത്ത് തരിപ്പണാക്കി മുന്നിലിട്ട് തരും. അതാ വാക്ക്. അത് ഞാൻ ചെയ്തിരിക്കും. ഗതികെട്ട് ഭ്രാന്ത് കയറി അവള് തെരുവിൽ അലഞ്ഞ് തിരിയും. അത് കണ്ട് അവളുടെ കുടുംബം തകരും. അവിടെ ഞാൻ വേറൊരു കളി കളിക്കും. അതൊക്കെ കാണാൻ തയ്യാറായിരുന്നു. മതി, എനിക്കത് കണ്ടാ മതി. അല്ല, നാളത്തെ പരിപാടി എന്താ? രക്തദാനം. എന്താ? അവളുടെ രക്തം ഊറ്റി കുടിക്കുന്നതിന് മുമ്പ് ഒരു രക്തദാനം. ചോരക്കളിയുടെ തുടക്കം. ആഹാ, അമ്മേ, അമ്മ രാവിലെ എങ്ങോട്ടാ പോകുന്നേ? ഞാനേ കാറ്ററിംഗിന്റെ കാര്യമായിട്ട് അങ്ങോട്ടേക്ക് പോവാ. ആ, എവിടെയാമ്മ ഇന്ന് കാറ്ററിംഗ്? അത് കുറച്ചോ ദൂരെയാ. ഞാൻ പോയിട്ട് വരാ. അല്ല, അമ്മ എന്താ ആകെ വല്ലാണ്ടിരിക്കുന്നേ? വല്ലാണ്ടിരിക്കുന്ന ആര്? ഞാനാ? മോക്ക് തോന്നുന്നതാ. എന്താ എന്താ പറഞ്ഞേ? അല്ല, അമ്മ എങ്ങോട്ടോ പോകുന്നു. അമ്മ എവിടെ പോകുന്നു ചോദിച്ചതാ. എവിടെ അമ്മ പോകുന്നേ? എന്താ കാര്യം? അല്ലപ്പാ, അത് കൊള്ളാലോ. എനക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ നിങ്ങളെ അനുവാദം വേണ? ഞാൻ എന്റെ കേറ്ററിംഗിന്റെ കാര്യത്തിന് പോവാ. ഇതെന്ത് പോലീസ് സ്റ്റേഷനോ? ചോദ്യവും പറച്ചിലും. എവിടെ പോന്നു, എന്തിനു പോന്നു? മനുഷ്യനാകെ പ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാ ഓരോ ചോദ്യങ്ങള്. അല്ല, അമ്മ അതിനെന്തിനാ ഇത്രയധികം ചൂടാവുന്നേ? പിന്നെ എങ്ങനെ ചൂടാകാണ്ടിരിക്കും? കുറെ ദിവസമായി ഓരോ ചോദ്യങ്ങള്. അല്ലപ്പ എനക്ക് എന്റേതായിട്ടുള്ള രീതികളില്ലേ? അതിങ്ങനെ പിറകെ നടന്നിങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ എങ്ങനെയാ? അമ്മേ, അമ്മയ്ക്ക് ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മ ഞങ്ങളുടെ അമ്മയല്ലേ. അമ്മയുടെ കാര്യം അറിയാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അവകാശമില്ലേ? ആ ഒരു അവകാശം വെച്ച് ചോദിച്ചതാ. സോറി, അമ്മ പോയിട്ട് വാ. ഞാനും നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അമ്മേ, അമ്മ പോയിട്ട് വാ. സമാധാനമായിട്ട് പോയിട്ട് വാ.